അപ്പോൾ പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്നത്തെ. നമ്മുടെ സോളാർ വെച്ച് കഴിഞ്ഞാൽ പ്രയോജനം ഏതൊക്കെ രീതിയിൽപ്പെടുത്താം, എത്ര രൂപ വരെ നമുക്ക് ബില്ലടയ്ക്കുന്നവർക്കാണ് ഈ സോളാർ കൊണ്ടുള്ള പ്രയോജനം എന്നുള്ളതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മിനിമം ഒരു 3000 രൂപയോളം നമ്മൾ 2 മാസം കൂടുമ്പോൾ ബില്ല് അടയ്ക്കുന്ന കർഷകർക്ക് മാത്രമേ, ആൾക്കാർക്ക് മാത്രമേ നമ്മൾ സോളാർ വെച്ചിട്ട് പ്രയോജനമുള്ളൂ. കാരണം ഒരു 3 കിലോവാട്ട്സിൻ്റെ സോളാർ പാനൽ വെക്കണമെങ്കിൽ, ഓൺ ഗ്രിഡ് പാനൽ വെക്കണമെങ്കിൽ ഏകദേശം സർക്കാരിൻ്റെ സബ്സിഡി കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 1,30,000 ആവുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഫ്രെയിം വർക്കും എല്ലാം കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു 150-170 ആ റേറ്റ് വരുന്നുണ്ട്. സോ ഈ പൈസ കൊണ്ട് നമ്മൾ ബാങ്കിൽ ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു 1,500 രൂപ മാസം, ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഇടുകയാണെങ്കിൽ 1,500 രൂപ നമുക്ക് മാസം പലിശ കിട്ടും. അത് വാങ്ങിച്ച് 2 മാസം കൂടുമ്പോൾ 3000 രൂപ അടയ്ക്കാവുന്നേ ഉള്ളൂ. നമുക്കതുകൊണ്ട് 3000 രൂപയ്ക്ക് പുറത്തോട്ട്, അല്ലെങ്കിൽ 2500 3000 രൂപയ്ക്ക് പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സോളാർ വെച്ചിട്ട് നമുക്ക് പ്രയോജനപ്രദമാക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ വെച്ചേക്കുന്നത് 5 കിലോവാട്ട്സിൻ്റെ ആണ്. ഞാൻ വെച്ചിട്ട് ഏകദേശം 1 വർഷമായി. സോ 16 പാനലാണ് മൊത്തം എനിക്കുള്ളത്. 16 പാനൽ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം ഏകദേശം ഞാൻ ഡെയിലി നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു 20 യൂണിറ്റ് എനിക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. സോ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ സോളാർ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4000 രൂപയോളം ബില്ല് വരുമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ 5 കിലോവാട്ട്സിൻ്റെ ഒരു സോളാർ പാനലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓൺ ഗ്രിഡാണ്. നമ്മളിപ്പം സപ്പോസ് ഒരു ദിവസം 20 യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ 10 യൂണിറ്റ് നമുക്ക് ഉപയോഗപ്രദമായുള്ളെങ്കിൽ ബാക്കി 10 യൂണിറ്റ് നമ്മൾ KSB കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം അവർ നമുക്ക് ആ യൂണിറ്റ് അവിടെ കളക്ട് ചെയ്യുന്നു. അത് നമ്മൾ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഉപയോഗിച്ചതിൻ്റെ ബാക്കി അങ്ങോട്ട് മാറുകയാണ്. സോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പം ഗ്യാസിന് പകരം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് നമുക്ക് ഗ്യാസിന് നമുക്ക് ആ പൈസ നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ വാട്ടർ ഹീറ്റർ, AC എല്ലാം ഉപയോഗിക്കുന്നവർക്ക് പൂർണ്ണമായും ഒരു 5 kV അല്ലെങ്കിൽ 3 kV ഒന്നും കുഴപ്പമൊന്നുമില്ല. യൂസേജിൻ്റെ ഡിപ്പെൻഡ് ഓൺ യൂസേജ്. സോ ഇതിനകത്ത് എന്നോട് പല എൻ്റെ സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, നമുക്ക് 3 kV വെച്ചാൽ നമുക്ക് എത്ര AC ഉപയോഗിക്കാം? നമ്മൾ 3 kV വെച്ചാലും 5 kV വെച്ചാലും നമുക്ക് ഉപയോഗിക്കുന്ന AC, നമ്മൾ പവർ എടുക്കുന്നത് നമ്മൾ KSB നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പവറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോസ് നമ്മൾ ഒരു 20 യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്തു, നമ്മുടെ AC എല്ലാം ഓണാക്കി എന്നിട്ടു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും മറ്റ് പർപ്പസ് വേണ്ടി നമ്മൾ യൂണിറ്റ് ഉപയോഗിച്ചു, നമ്മൾ അധികം യൂണിറ്റ് ആയി എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. സോ 20 യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഒരു 15 യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കി 5 യൂണിറ്റ് നേരെ പോകുന്നത് KSBയിലേക്ക് പോകുന്നതായിരിക്കും. ആ പൈസ നമുക്ക് ഇയർലി അവർക്കൊരു ക്ലോസിംഗ് ഉണ്ട്. ആ ക്ലോസിങ്ങിന് നമുക്ക് ഏകദേശം പ്രതീക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, 3 രൂപ താഴെ നമുക്ക് കിട്ടുകയുള്ളൂ. സോ അത് വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ട. നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിച്ച് തീർക്കുക. സോ നിങ്ങൾ ആരെങ്കിലും സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം 3000 രൂപയെ പുറത്ത് മാത്രം പേ ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ ഒരു 2500 റുപ്പീസിന് എബോ പേ ചെയ്യുന്നവർ മാത്രമേ ഈ സോളാർ വെച്ചിട്ട് പ്രയോജനമുള്ളൂ. ഇതിനകത്ത് നമ്മൾ നല്ല വെയിലേക്കാണെങ്കിൽ 20 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷനായി കിട്ടും. നമുക്ക് ഈ നമ്മുടെ പാനൽ പ്രൊഡക്റ്റ് ചെയ്യും. ഇതിനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്നോട് ഈ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സേവിങ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സേവിങ് എന്ന് വെച്ചാൽ നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന, KSBയിൽ കൊടുക്കുന്ന ആ പൈസ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. എനിക്കിപ്പം 1 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 5550 രൂപ എനിക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടാനുണ്ടായിരുന്നു. സോ ഞാനതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്മുടെ കൺസ്യൂമർ നമ്പർ വെച്ച് അപേക്ഷ കൊടുത്തപ്പോൾ എനിക്ക് ആ പൈസ ഒരു 1.5 മാസത്തിനകം എനിക്ക് പൈസ കിട്ടി. പക്ഷേ അതേപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ വെച്ചേക്കുന്ന മൊത്തം 3 കിലോവാട്ട്സാണ്. സോ അവർ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർക്ക് അറൗണ്ട് 2500 റുപ്പീസ് കിട്ടണമായിരുന്നു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇതിൻ്റെയൊക്കെ ചില കോംപ്ലിക്കേറ്റുണ്ട്. അതുകൊണ്ട് നമ്മൾ KSB ഇങ്ങോട്ട് വാങ്ങിച്ച് പണക്കാരനാവാൻ നമുക്ക് സേവിങ് ആണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പാനൽ വെക്കാൻ ഉദ്ദേശിക്കരുത്. നിങ്ങൾക്ക് പാനൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള 3 or 5 വെക്കുകയാണെങ്കിൽ ഉപയോഗപ്രദമായ രീതിയിൽ മാത്രം പാനൽ വെക്കുക. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഇൻവെർട്ടർ. ഇത് ഓൺ ഗ്രിഡാണ്. സോ ഞാൻ വെച്ചേക്കുന്നത് ടാറ്റയുടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വന്ന് ഇത് എൻ്റർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നു എന്നും, അതോടൊപ്പം ഇതിനകത്തിപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ്, ഇത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2780 വാട്ട്സ് ഓടി ഇപ്പോൾ എനിക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട്. സോ ടോട്ടലി എനിക്ക് 9074 കിലോവാട്ട്സ് എനിക്ക് ഉണ്ട് കിടപ്പുണ്ട്. ഈ മാസം എനിക്ക് 411 യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം എനിക്ക് 530 പ്രൊഡക്റ്റ് ചെയ്തു. ഇതാണ് സ്റ്റാറ്റസ്. നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എത്ര പ്രൊഡക്ഷനുണ്ട്, അതോടൊപ്പം നമുക്കിത് എത്ര ബാക്കി കിടപ്പുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഞാൻ വെച്ചേക്കുന്നത് ടാറ്റയുടെയാണ്. ഇത് 5 കിലോവാട്ട്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും സോളാർ പാനൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബില്ല്
3000 ബിറ്റ്വീൻ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എബോ ആണെങ്കിൽ മാത്രമേ സോളർ വെച്ചിട്ട് കാര്യമുള്ളൂ. അതിനെ എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാണ്. നമ്മുടെ പാനലിന് 25 വർഷത്തെ വാറണ്ടിയാണ് തരുന്നത്, ഇൻവെർട്ടറിന് 5 വർഷത്തെ വാറണ്ടിയാണ് തരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇതിലേക്ക് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പം വെച്ചിട്ട് ഏകദേശം 1 വർഷമായി, എനിക്കിത് വെറുതെ തന്നെയാണ്. സോ 5 kV നമുക്ക് യൂസേജ് ഉണ്ടെങ്കിൽ 5 kV വെക്കാം. നല്ല യൂസേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതാണ്. ഗ്യാസ് നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കുക്കിംഗ് കഴിച്ച് മറ്റെന്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അത് വെറുതെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ ചോദിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരിക്കും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.